ചിക്കനിൽ വരുന്ന ഒരു അടുത്ത പരിണാമ സിദ്ധാന്തം 750 ഗ്രാം കോയിറച്ചിക്ക് ഒരു ഉണ്ട ജിഞ്ചർ ഗാർലിക് പച്ചവെള്ളം അരച്ചതും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടിയും 1 ടേബിൾ സ്പൂൺ സാധാ മുളകുപൊടിയും കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പാകത്തിന് ഉപ്പും ഒരു മുട്ടയും പൊടിച്ച് കുഴച്ച് അറ്റാക്ക് ചെയ്യുക. അതവിടെ റെസ്റ്റിന് വെച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് വേണ്ടി ഒരു പരിപാടി ഉണ്ട്. 2 കോഴിമുട്ടന്റെ മൂട്ടിൽ ഇങ്ങനെ ഒരു ഓട്ട കൊടുത്ത് വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്യുക. അരമുറി നാരങ്ങ നീര് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ ഒരു അരക്കലങ്ങോട്ട് അരക്കുക. പിന്നെ തുറക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിലേക്ക് ഉപ്പിടാൻ മറന്നോളി ഇതിന്റെ മാതിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അരച്ച ഇങ്ങനെ തിക്കായി കിട്ടും. അതിന് എക്സ്ട്രാ ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 പാക്കറ്റ് ടൊമാറ്റോ കെച്ചപ്പും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇങ്ങോട്ട് അരച്ചെടുത്താൽ നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി മയോണൈസ് ഇങ്ങോട്ട് കിട്ടും. ഇനി ഒരു തട്ടിൽ ഗോതമ്പ് പൊടിന്റെ ലുക്കിലുള്ള ബ്രോസ്റ്റ് പൊടി ഇങ്ങോട്ട് എടുക്കുക. ഗോതമ്പ് പൊടി ഒരിക്കലും എടുക്കരുത് കേട്ടോ. മാരിനേറ്റഡ് ചിക്കനും ബ്രോസ്റ്റ് പൊടിയും കൺജക്ട് ചെയ്താണ്ട് ഒരു സ്പൈസി ബ്രോസ്റ്റ് ആണ് ഇവിടെ ഉടലെടുക്കാൻ പോകുന്നത്. ബ്രോസ്റ്റ് പൊടിയിൽ കോട്ട് ചെയ്താണ്ട് ഓയിൽ ഹൈ ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാണ്ട് പൊരിച്ചെടുത്താലും നല്ല ഇഞ്ചക്റ്റഡ് വേർഷൻ അല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്ത് തിന്നാൻ പറ്റിയ ഒരു സ്പൈസി ബ്രോസ്റ്റ് ഇവിടെ പവറാവും. മസാല ചിക്കന്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ പറ്റിയ മാരകമായ വെപ്പൺസ് ഒന്നും നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. ചിക്കൻ ബ്രോസ്റ്റ് പൊടിയിൽ കോട്ട് ചെയ്യാതെ എടുത്ത് പൊരിച്ചാലും നല്ല നോർമൽ ചിക്കൻ ഫ്രൈയും കിട്ടും. ഇത് നിങ്ങൾക്ക് ഫുഡ് വാർഡിന്റെ ഉറപ്പിലുണ്ടാക്കാം.